ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റീവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീറയുടെ യൂട്ടിലിറ്റി മെറ്റീരിയലായ വീറ 2Sided മെറ്റീരിയൽ എന്താണെന്നും അതെങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീറ 2Sided മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ അത് വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് വീറ 2Sided മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കർട്ടൻ്റെ ക്ലോത്ത്, ഓക്കെ, കർട്ടൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലോത്ത് നമ്മൾ വീറ 2Sided മെറ്റീരിയൽ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് പുറത്തേക്ക് എഫക്റ്റ് ചെയ്യാനും, പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആ പേപ്പറിൻ്റെ താഴത്ത് നമ്മളൊരു ലൈറ്റ് വെക്കില്ലേ, അപ്പോൾ ആ പേപ്പറിൻ്റെ മുകളിൽ അത് വിസിബിളായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീറ 2Sided മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഇനി അത് നമ്മുടെ സീനിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സീൻ. ഇവിടെ ഞാൻ 2 ലാമ്പ് പോലെ മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട് 2 ലാമ്പ്. ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ 2 സംഭവത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ബോക്സ് വെച്ച് ജസ്റ്റ് വരച്ചാണ്, വെറുതെ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെന്നുള്ള നമ്മൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. എന്നിട്ട് ഞാൻ ഈ ഒരു ബോക്സിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് വെക്കുകയാണ്. ഇപ്പോൾ വീറ ലൈറ്റിൽ ഏത് ലൈറ്റായാലും ഞാൻ സ്ഫിയർ കൊടുക്കുകയാണ്. സ്ഫിയർ എടുത്തിട്ട് ഞാൻ ടോപ്പ് വ്യൂവിൽ ഏത് വ്യൂവിലാന്ന് വെച്ചാൽ വരച്ചിട്ട് നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെക്കുക. ഓക്കെ, ഇതിപ്പോൾ 4 സൈഡും കവേർഡാണ്. ഓക്കെ, 4 സൈഡും കവർ ചെയ്തിട്ടുള്ള ഒരു ബോക്സാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആ ഒരു ലൈറ്റിനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മൾട്ടിപ്ലയർ ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം അതെങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ലൈറ്റൊന്നും വിസിബിൾ അല്ല, കാരണം ഈ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ പുറത്തേക്ക് വരാനുള്ളൊരു സോഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് വിസിബിൾ അല്ല. ഇനി ഞാൻ ഈ ഒരു ബോക്സിന് നമ്മൾ വീറ 2Sided മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ മെറ്റീരിയൽ ഇട്ടെടുക്കുക, ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ വീറ 2Sided മെറ്റീരിയൽ എന്നുള്ളത് കൊടുക്കുക, ഓക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കാണിക്കുന്ന പോലെ റീപ്ലേസ് മെറ്റീരിയൽ, ഇപ്പോൾ ഡിസ്കാർഡ് ഓൾഡ് മെറ്റീരിയൽ, പഴയ മെറ്റീരിയൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഡിസ്കാർഡ് ഓൾഡ് മെറ്റീരിയൽ കൊടുക്കുക, കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒന്ന് ഫ്രണ്ട് മെറ്റീരിയൽ, നമ്മൾ ഫ്രണ്ടിൽ ഏത് മെറ്റീരിയലാണോ നമുക്ക് വേണ്ടത്, ചിലപ്പോൾ ഒരു ഇമേജ് ആയിരിക്കും, ചിലപ്പോൾ കളറായിരിക്കും, എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും. അടുത്തത് ബാക്ക് മെറ്റീരിയൽ. നമ്മളാദ്യം ഫ്രണ്ട് മെറ്റീരിയൽ ഒന്ന് കൊടുക്കാം, എന്നിട്ട് ബാക്ക് മെറ്റീരിയൽ എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഫ്രണ്ട് മെറ്റീരിയൽ ഞാൻ എണ്ണൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വീറ മെറ്റീരിയൽ കൊടുക്കുകയാണ്. വീറ മെറ്റീരിയൽ കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു കളർ കൊടുക്കുകയാണ്, ഒരു യെല്ലോയിഷ് കളർ കൊടുത്തു. എന്നിട്ട് ഈ ബോക്സിന് ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് റീജിയൻ ചെയ്ത് റെൻഡർ ചെയ്ത് വെക്കാം. വീറ 2Sided മെറ്റീരിയൽ കൊടുത്തു, എന്നിട്ട് ഫ്രണ്ട് മെറ്റീരിയൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി അതിനൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ലൈറ്റ് നമുക്കിവിടെ വിസിബിൾ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിസിബിളായി കാണുന്നുണ്ട്, നമ്മുടെ ലൈറ്റ് കറക്റ്റായിട്ട് വിസിബിളായി കാണുന്നുണ്ട്. ഇനി ഞാൻ ഈ കളറിന് പകരം ഏതെങ്കിലും ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം. ഒരു ബിറ്റ് മാപ്പ് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മൾ ബിറ്റ് മാപ്പ് എടുക്കുക,
ബിറ്റ് മാപ്പ് എടുത്തിട്ട് ഞാൻ ഒരു പേപ്പർ കട്ടിങ് ഒരു പേപ്പറിൻ്റെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവം. ഒരു പേപ്പർ ഞാൻ അപ്ലൈ ചെയ്യണം. ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊന്നും കൂടി റെൻഡർ ചെയ്യാം. നമ്മൾ ആ ബിറ്റ് മാപ്പ് കൊടുത്തതിനെ ഒന്നും കൂടി റെൻഡർ ചെയ്തെടുക്കാം. കണ്ടല്ലോ. ഇനി ഞാൻ ഇതിനൊന്ന് ഇൻട്രാക്റ്റീവ് റെൻഡറിങ്ങിൽ ഇടുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ലൈറ്റിനെ ഒന്ന് സെലക്ട് ചെയ്യാം. ഉള്ളിൽ കൊടുത്ത ലൈറ്റിനെ സെലക്ട് ചെയ്തു. ലൈറ്റിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളർ വേണമെങ്കിൽ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനൊരു യെല്ലോ കളർ കൊടുത്തു. അതിൻ്റെ മൾട്ടിപ്ലർ ഞാൻ 20 എമൗണ്ട് കൊടുത്തു. കണ്ടോ? അപ്പോൾ ഇതേപോലെ നമ്മുടെ ഈ പേപ്പർ ലാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറെ 2 സൈഡ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഉള്ളിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വിസിബിൾ ആകാൻ വേണ്ടിയിട്ട്. ഇതിൽ കാണിക്കുന്ന ഈ കള്ളി ഉണ്ടല്ലോ, അത് നമ്മളിവിടെ കൊടുത്തതാണ് കേട്ടോ. അതാണ് ഞാൻ ആദ്യം കൊടുത്ത ഡിസൈന്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സ് മാത്രമേ വിസിബിൾ ആവുള്ളൂ. അപ്പോൾ 2 സൈഡ് മെറ്റീരിയൽ അല്ലാതെ സാധാ മെറ്റീരിയലുള്ള ഒരു ലൈനായിട്ട് വരച്ച ഒരു ബോക്സ്. അതാണ് ഇവിടെ സ്ക്വയർ ആയിട്ട് വിസിബിൾ ആവുന്നു. അപ്പോൾ ഇതാണ് വേറെ 2 സൈഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്ക് മെറ്റീരിയലിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് മെറ്റീരിയൽ ഇപ്പോൾ ഡിസബിൾ ആണ്, ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഡിസബിൾ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരേ മെറ്റീരിയലാണ് കണക്കാക്കുക. ഇത് ഡിസബിൾ ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ടിക്കിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു എഫക്റ്റാണ് വരുന്നത്. കാരണം നമ്മൾ ബാക്ക് സൈഡ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ബാക്ക് സൈഡ് മെറ്റീരിയലും കൂടി അപ്ലൈ ചെയ്യണം. ബാക്ക് സൈഡ് മെറ്റീരിയൽ എടുത്തു. എന്നിട്ട് ജസ്റ്റ് വീറ മെറ്റീരിയൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡിഫ്യൂസ് കളറാണ് കൊടുത്തത്, ഒരു ഗ്രേ കളറാണ് കൊടുത്തത് അല്ലേ. അതാണ് നമുക്കിവിടെ ആ ബാക്ക് സൈഡായിട്ട് എന്ന് വെച്ചാൽ ബാക്ക് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ്, അതിൻ്റെ ബാക്ക് സൈഡ്. ഈ ഒരു പ്ലെയിനിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന കളറ് ഗ്രേ ആണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നമ്മളെ പേപ്പറിൻ്റെ ഒരു സംഭവം വരും. ഒപ്പാസിറ്റി കുറഞ്ഞ പോലത്തെ ഒരു എഫക്റ്റിലാണ് വരിക. ഇനി അടുത്തത് ട്രാൻസ്ലുവൻസി എന്ന് പറയും. ട്രാൻസ്ലുവൻസി നമ്മൾ ഈ ലൈറ്റ് എഫക്റ്റ്, ഞാൻ ബാക്ക് സൈഡ് മെറ്റീരിയൽ ഒന്ന് ഓഫ് ചെയ്യണം. നമ്മൾ ഈ ലൈറ്റ് എഫക്റ്റ് ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ബാക്കി ഫുള്ളായിട്ട് ഡാർക്ക് കുറഞ്ഞു വരുന്നുണ്ട്. അവിടെ നമുക്ക് ബിറ്റ് മാപ്പ് കൊടുക്കണം. ലൈറ്റ് എഫക്റ്റ് ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബിറ്റ് മാപ്പ് കൊടുക്കണം എന്ന് ഏരിയ. അപ്പോൾ ഞാനിതിൽ വന്നിട്ട് ഈ ഒരു സ്കൈയുടെ ഇമേജ് കൊടുത്തു. അപ്പോൾ കാണുന്നുണ്ടോ, നമ്മളിവിടെ സ്കൈയുടെ ഇമേജാണ് ആ ലൈറ്റ് എഫക്റ്റ് ചെയ്യുന്ന ഏരിയാസിൽ വരുന്നത്. അതാണ് ട്രാൻസ്ലുവൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇനി ട്രാൻസ്ലുവൻസിയിൽ നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആയി കഴിയും. അപ്പോൾ നമുക്ക് എന്താവില്ല, വിസിബിൾ ആവില്ല, ലൈറ്റ് വിസിബിൾ ആവില്ല. ഫുൾ വൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത്, ഇപ്പോൾ ഒരു ഗ്രേ ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രേ ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റ് തന്നെ പല ടൈപ്പിലെടുക്കും. ഇപ്പോൾ നമ്മൾ കൊടുത്ത തമ്മിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൽ ഒരു ഒബ്ജക്റ്റ് മാത്രമല്ല ഉള്ളത്, ഒരു മെറ്റീരിയൽ മാത്രമല്ല ഉള്ളത്. നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ വേറെ മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനൊന്ന് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ആക്കുകയാണ്. എന്നിട്ട് ഞാൻ പോളിഗൺ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ മുകളിലെ പോളിഗൺ ഈ ഒരു മുകളിലെ എല്ലാ ഫേസും സെലക്ട് ചെയ്തു, താഴത്തുനിന്ന് സെലക്ട് ചെയ്തു. ഇതേപോലെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ വേറെ മെറ്റീരിയൽ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ, നമ്മളെ ലാമ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഒരേ കളറിലുണ്ടാവുക, വേറെ വേറെ കളറുകളുണ്ടാവും. അപ്പോൾ ഞാൻ റിഫ്ലക്റ്റിൽ ഫുൾ വൈറ്റ് കൊടുത്തു.
ഗ്ലോസിനെസ് ഞാനൊരു 0.97 കൊടുത്തു, 0.9 കൊടുത്തു. എന്നിട്ട് അവിടെ നമ്മൾ ആ സെലക്ട് ചെയ്ത പോളിഗൺസിൽ അപ്ലൈ ചെയ്തു. ഇനി നോക്കാം എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. നമുക്ക് ഇതേപോലെ വിസിബിളായി. ഇനി ഇതേ സംഭവം തന്നെ നമുക്ക് ഈ ഒരു ബെഡ് ലാമ്പിൽ, ടേബിൾ ലാമ്പിലും കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ലൈറ്റിനെ ഒന്ന് കോപ്പി എടുക്കുകയാണ്. ലൈറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇങ്ങോട്ട് കോപ്പി എടുത്ത് വെച്ചു. ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട്, ഫ്രണ്ട് വ്യൂവിൽ ഏത് വ്യൂ ആണോ നിങ്ങളത് അത് അതിൽ വന്നിട്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ ഈ ലാമ്പിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബൾബൊക്കെ മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഞാൻ കുറച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് എടുത്തു. ഇനി ഇവിടെ നമുക്കൊന്ന് റീജിയൻ ചെയ്തിട്ട് റെൻഡർ ചെയ്ത് നോക്കാം. അപ്പോൾ താഴോട്ട് വരുന്നുണ്ട്, ഞാൻ കുറച്ച് ഭാഗം കൂടെ. അപ്പോൾ നമ്മുടെ ലൈറ്റ് താഴോട്ട് വരുന്നുണ്ട്, കാരണം ഇവിടെ ലൈറ്റ് വരാനുള്ള സോഴ്സ് ഉണ്ട്. ഇവിടെ ഹോളാണല്ലോ, ഓപ്പൺ ആണ്, അതുകൊണ്ട് താഴോട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുക, അതിൽ വീറേ മെറ്റീരിയലിന് ക്ലിക്ക് ചെയ്യുക, വീറേ 2sided മെറ്റീരിയൽ കൊടുക്കുക, ഡിസ്കാർഡ് ഓർഡ് മെറ്റീരിയൽ. എന്നിട്ട് ഫ്രണ്ട് മെറ്റീരിയലിൽ വീറേ മെറ്റീരിയൽ, അതിൽ നമുക്ക് കളർ വേണമെങ്കിൽ കളർ, അല്ലെങ്കിൽ ഏതെങ്കിലും മാപ്പ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ മാപ്പ് കൊടുക്കുക. ഞാനിപ്പോൾ ബിറ്റ് മാപ്പ് കൊടുക്കുകയാണ്. ഈ ഒരു ബിറ്റ് മാപ്പാണ് ഞാനവിടെ അപ്ലൈ ചെയ്യുന്നത്. ബിറ്റ് മാപ്പ് കൊടുത്തു, നമുക്ക് വിസിബിൾ ആവും. അപ്ലൈ ചെയ്തു, ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. നമുക്ക് UV മാപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം, മാപ്പിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് ബമ്പ്, ഞാൻ ചെറുതായിട്ട് ബമ്പ് കൊടുക്കുകയാണ്. മാപ്സിൽ ബമ്പ് കൊടുത്തു, കോപ്പി. 30 ആണ് ഞാൻ മാറ്റുന്നൊന്നുമില്ല, 30 തന്നെ കൊടുക്കുകയാണ്. ഇനി ഒന്ന് റെൻഡർ ചെയ്തെടുക്കാം. അപ്പോൾ വിസിബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ലൈറ്റിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ മൾട്ടിപ്ലയറൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം, കൂട്ടി കൊടുക്കാം. 20 ആണ്, ഞാനൊരു 30 കൊടുത്തു. 30 കൊടുത്തിട്ട് നമ്മൾ റിസൾട്ട് എങ്ങനെയാണോ വരുന്നത് വെച്ചാൽ അതുപോലെ. ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി ഞാനതിൻ്റെ ബാക്ക് മെറ്റീരിയൽ ഒന്ന് മാറ്റുകയാണ്. ബാക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്തു, വീറേ മെറ്റീരിയൽ കൊടുത്തു. വീറേ മെറ്റീരിയൽ കൊടുത്തിട്ട് ഡിഫ്യൂസ് കളർ മാറ്റുന്നില്ല, ചെറുതായിട്ടൊരു ഈ ലെവലിൽ കൊടുത്തു. ഇനി ഒന്ന് റെൻഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ആ ഗ്രേ കളർ കാണുന്നുണ്ട് ചെറുതായിട്ട്. പിന്നെ നമുക്ക് ലൈറ്റും വിസിബിൾ ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് വീറേ 2sided മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ പുറകിൽ ഒരു ലൈറ്റ്, ഇതേപോലെ ഒരു ലൈറ്റ് ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് അഫക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീറേ 2sided മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്, ആദ്യം പറഞ്ഞ പോലെ. പിന്നെ അതുപോലെ കർട്ടണ്, പിന്നെ അതുപോലെ അങ്ങനെയുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, എന്നാൽ ഗ്ലാസ് അല്ല പക്ഷേ അല്ലാണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ നമുക്ക് ഒറിജിനലായിട്ട് ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീറേ 2sided മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.